ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് COPO ആൻഡ് PSO കാൽക്കുലേഷൻ ആണ്. ലിൻവേസ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സബ്ജക്റ്റ് എടുക്കുകയാണ്. ഇൻ ഓർഡർ ടു ഡു ദ ഡെമോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 അതിൻ്റെ കോഴ്സ് ഔട്ട്കം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. COPO ആൻഡ് COPSO മാപ്പിംഗ്. ഈ COPSO ആൻഡ് COPO മാപ്പിങ്ങിൽ നമ്മൾ 3, 2, 1 എന്നുള്ള മാപ്പിംഗ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യും. ഈ വാല്യൂസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു CO എടുക്കാൻ എനിക്ക് വേണ്ട ഹവേഴ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഹവേഴ്സ് റിക്വയർഡ് ടു കവർ വൺ പെർട്ടിക്കുലർ CO അത് ഗ്രേറ്റർ ദാൻ 80%ഉം PO1 റിലേറ്റഡ് ആണെങ്കിൽ എനിക്ക് 3 എന്ന് കൊടുക്കാം. അതല്ല, ഒരു 60 to 80% ഓഫ് ദ ടൈം ഞാൻ CO കവർ ചെയ്യുന്നത് PO1 റിലേറ്റഡ് ആണ്, അതിൽ കൂടുതലില്ല എങ്കിൽ ഒരു 60 to 80 റേഞ്ചിലെ ഞാൻ PO1 കവർ ചെയ്യുന്നുള്ളൂ എങ്കിൽ 2 എന്ന് പ്രൊവൈഡ് ചെയ്യാം. അല്ല, ഞാനിപ്പോൾ CO1 കവർ ചെയ്യാൻ 10 ദിവസം എടുക്കുകയാണ്, അതിൽ വെറും 40 to 60% ഡേയ്സ് അല്ലെങ്കിൽ 4 to 6 ഡേയ്സ് മാത്രമേ PO1 കവർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഐ ക്യാൻ പ്രൊവൈഡ് 1. ഇഫ് ലെസ് ദാൻ 40% ഹവേഴ്സേ ഞാൻ അല്ലെങ്കിൽ 1 അവർ ഓർ 2 അവർ മാത്രമേ ഈ 10 അവേഴ്സിൽ 2 or 1 അവർ മാത്രമേ ഞാൻ PO1 കവർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഐ വിൽ കീപ്പ് ഇറ്റ് ബ്ലാങ്ക്. ഈ രീതിയിലാണ് നമ്മൾ COPO മാപ്പിംഗ് വാല്യൂസ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. 3, 2, 1 ആൻഡ് ബ്ലാങ്ക്. ഇനി നമ്മൾ PO അറ്റൈൻമെൻറ്റിലേക്ക് വരാം. PO അറ്റൈൻമെൻ്റ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, ടു ഫൈൻഡ് ഔട്ട് ദ PO ആൻഡ് PSO അറ്റൈൻമെൻറ്റ്. അപ്പോൾ ഈ PO അറ്റൈൻമെൻറ്റ് എത്തണമെങ്കിൽ നമുക്ക് CO അറ്റൈൻമെൻറ്റ് വേണം. CO അറ്റൈൻമെൻറ്റിലൂടെയാണ് നമ്മൾ PO അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CO അറ്റൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 അറ്റൈൻമെൻ്റ് ആണുള്ളത്. 2 രീതിയിലാണ് നമ്മൾ അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ്, സെക്കൻഡ് വൺ ഇസ് ഇൻഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ്. ഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ നടത്തുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, ഇൻറ്റേർണൽ എക്സാമിനേഷൻസ് ഒക്കെ അതിനകത്ത് വരും. എക്സാമിനേഷൻസ് ഒക്കെയാണ് ഡയറക്റ്റ് COയിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമാണ്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ അതിൽ സീരീസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ടൂൾസ് എല്ലാം ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ടൂൾസായിട്ട് വരും. ഓക്കെ, ഇനി മിഡ് സം എൻഡ് സം ആണ് നമ്മുടെ ഇൻഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ്. അപ്പോൾ മിഡ് സം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളോട് തന്നെ, നമ്മൾ എക്സാം നടത്താതെ കുട്ടികളോട് തന്നെ ചോദിക്കുകയാണ്, റേറ്റ് യുവർ എബിലിറ്റി ടു CO1. ഇപ്പോൾ CO1 അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോയിൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ റേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോയിൽ പ്രോപ്പർട്ടീസ്. അങ്ങനെ ഓരോ COസിനും നമ്മൾ ക്വസ്റ്റ്യൻ ആക്കി കൊടുത്ത് കുട്ടികളോട് തന്നെ അവർ റേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് സീരീസ് കഴിയുമ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു ഹാഫ് ഓഫ് ദി CO നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് മിഡ് സെമസ്റ്റർ സർവേയിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്. എൻഡ് സെമസ്റ്റർ സർവേ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെമസ്റ്റർ, ഒരു സെക്കൻഡ് സീരീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻഡ് സെമസ്റ്റർ സർവേ. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ലിൻവേസിൽ ഓൺലൈൻ എക്സാം ആയിട്ട് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് CO റിപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി വരുന്നതാണ് CO മാപ്പിംഗ് ടേബിൾ. CO മാപ്പിംഗ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO1 ഞാൻ അസസ് ചെയ്യാനായിട്ട് ഏതെല്ലാം ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാപ്പിംഗ് ടേബിളാണിത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു സബ്ജക്റ്റിൽ CO1 അസസ് ചെയ്യാൻ ഞാൻ 2 സീരീസും 2 അസൈൻമെൻറ്റ് യൂസ് ചെയ്തു. CO2ഉം CO5ഉം അസസ് ചെയ്യാൻ സെയിം ഫുൾ സീരീസ് ആൻഡ് ഫുൾ അസൈൻമെൻറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് CO3 ആൻഡ് 4 അസസ് ചെയ്യാൻ ഞാൻ ഒരു സീരീസും ബാക്കി 2 അസൈൻമെൻറ്റുമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അൺഈക്വലായിട്ടാണ്, ഇപ്പോൾ ഇൻറ്റേർണലും അസൈൻമെൻറ്റിനും അൺഈക്വലായിട്ടാണ് നമ്മൾ CO മാപ്പ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ലിൻവേസ് കാൽക്കുലേഷനിൽ ഒരു ചെറിയ അപാകത വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ CO1 കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ 60% ആണ് ഇൻറ്റേർണലിന് നമ്മൾ കൊടുത്തിട്ടുള്ള വെയിറ്റേജ്. സോ 60% എന്ന് പറയുമ്പോൾ സീരീസ് 1ന് 30%, സീരീസ് 2ന് 30%. ആൻഡ് അസൈൻമെൻറ്റിന് ടോട്ടൽ 40 ആണ്. അപ്പോൾ അസൈൻമെൻറ്റ് 1ന് 20, അസൈൻമെൻറ്റ് 2ന് 20. പക്ഷേ CO3 എനിക്ക് സീരീസ് 1 മാത്രമേ ഉള്ളൂ, അസൈൻമെൻറ്റ് 1ഉം അസൈൻമെൻറ്റ് 2 ഉണ്ട്. ബട്ട് ആസ് പെർ അവർ ഫ്ലോ ചാർട്ട് ദ CO3 സീരീസ് 1ന് നമ്മൾ കിട്ടുന്ന മാർക്കിൻ്റെ 60% എടുത്തിട്ട് വേണം ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ ലിൻവേസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സീരീസ് 1ന് 30, അസൈൻമെൻറ്റ് 1ന് 20, അസൈൻമെൻറ്റ് 2ന് 20 എന്ന് പറയുമ്പോൾ ഇത് അവർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ടോട്ടൽ അസസ്മെൻറ്റ് ഏതൊക്കെയാണ് നോക്കും. ഇപ്പോൾ സീരീസ് 1, അസൈൻമെൻറ്റ് 1, അസൈൻമെൻറ്റ് 2.
അപ്പോൾ ഇതിനെല്ലാം കൂടെ കിട്ടുന്ന പെർസെൻറ്റേജ് അങ്ങ് ആഡ് ചെയ്തു 70. ഈ 70-ലെ 30 ആണ് സീരീസ് 1. ദർഫോർ 30/70 ആണ് സീരീസ് 1-ന് കൊടുത്തിട്ടുള്ള വെയിറ്റേജ്. ബട്ട് ആസ് പെർ അവർ ഫ്ലോ ചാർട്ട് 60/100 ഓർ 60% ആണ്. ബട്ട് 30/70 എന്ന് പറയുമ്പോൾ 60%-നേക്കാളും കുറവായിട്ടാണ് വരിക. എന്നാൽ 40/70 അല്ലെങ്കിൽ 20/70 പ്ലസ് 20/70 ടോട്ടൽ 40/70 നമ്മൾ അസൈൻമെൻറ്റിന് ആണ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫ്ലോ ചാർട്ട് പ്രകാരം അത് 40/100 ആകണമായിരുന്നു. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കാരണം നിങ്ങൾക്ക് പലർക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതുപോലെ ചെയ്താൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആകെ ചെയ്യാൻ പറ്റുന്ന 2 കാര്യമാണ്. ഒന്നെങ്കിൽ നമ്മുടെ ഈ എല്ലാ സിഒസും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ഈ ഒരു മെത്തഡോളജി പഠിക്കുക. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു വാല്യൂ ഇപ്പോൾ ഇവിടെ 40 ഈ 2 ടൂൾസിനും വന്ന മാർക്ക് മൈനസ് ചെയ്തിട്ട് 60% വരുന്ന രീതിയിലുള്ളൊരു പെർസെൻറ്റേജ് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ലിൻവേസ് ചെയ്ത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ലിൻവേസിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ CO അറ്റൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളുടെയും CO അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ CO അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് A എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റിൻ്റെ സീരീസ് അസൈൻമെൻറ്റ് 1 മാർക്സ് ഇവിടെ അല്ലെങ്കിൽ CO പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CO പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ സീരീസ് 1-ന് CO 1ഉം 2ഉം 3ഉം 5ഉം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ സീരീസ് 1-ന് ഞാൻ 50 മാർക്കിന് ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ CO 1-ന് ഒരു 10 മാർക്ക്, CO 2-ന് 20 മാർക്ക്, CO 3-ക്ക് 15 മാർക്ക്, ഈ രീതിയിൽ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ CO 1-ന് ഞാൻ കൊടുത്തിട്ടുള്ള 10-ൽ 10 മാർക്കും ഈ കുട്ടി A എന്നുള്ള കുട്ടി മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ CO 1 പെർസെൻറ്റേജ് 100 ആയിരിക്കും. CO 2-ന് ഞാൻ കൊടുത്തിട്ടുള്ള 20 മാർക്കിൽ വെറും 80% 16 മാർക്ക് മാത്രമേ ഈ കുട്ടി വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് 80 ആയിരിക്കും. ഈ രീതിയിലാണ് CO പെർസെൻറ്റേജ് നമുക്ക് ഇൻവേഴ്സ് തരുന്നത്. ഓക്കെ, ഇതുപോലെയാണ് സീരീസ് 2 അസൈൻമെൻറ്റ് 1 അസൈൻമെൻറ്റ് 2. അപ്പോൾ ഒരു കുട്ടിയുടെ സീരീസ് 1 സീരീസ് 2 അസൈൻമെൻറ്റ് 1 അസൈൻമെൻറ്റ് 2-ന് ആ കുട്ടിക്ക് ഓരോ COയിലും കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ സീരീസ് 1ഉം 2ഉം അസൈൻമെൻറ്റ് 1ഉം 2ഉം ഇതിൽ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് തന്നെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല. ജസ്റ്റ് 30/100 ഇൻറ്റു 100 പ്ലസ് 30/100 ഇൻറ്റു 60 പ്ലസ് 20/100 ഇൻറ്റു 100 പ്ലസ് 20/100 ഇൻറ്റു 100. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജും ആ CO കിട്ടിയ പെർസെൻറ്റേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് അറ്റൈൻമെൻറ്റ് കിട്ടും. CO 2ഉം CO 5ഉം സെയിം മാനറിൽ തന്നെയാണ് കാൽക്കുലേഷൻ. CO 3-ൽ ലിൻവേസ് കാൽക്കുലേഷനാണ് ഞാൻ പറയുന്നത്. CO 3 ആകുമ്പോൾ അവർ 30 പ്ലസ് 20 പ്ലസ് 20 ടോട്ടൽ 70 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ CO 3-ൽ 76 ഇൻറ്റു 30/70. അസൈൻമെൻറ്റ് 1 ആണെങ്കിൽ 20/70 ഇൻറ്റു 100 പ്ലസ് ദിസ് 20/70 ഇൻറ്റു 100. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റായിട്ട് വരും. CO 4 അതെ, സീരീസ് 2 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ 30/70 ഇൻറ്റു 40 പ്ലസ് 20/70 ഇൻറ്റു 100 പ്ലസ് 20/70 ഇൻറ്റു 100 74.29. CO 5-ന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സീരീസ് CO 4 അല്ലെങ്കിൽ CO 5-ന് ഒരു സീരീസും ഒരു അസൈൻമെൻറ്റും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ സീരീസിന് ടോട്ടൽ വേണ്ടത് എത്രയാണ്? 60% ആണ്. അപ്പോൾ 60/100 ഇൻറ്റു ആ കിട്ടിയ വാല്യൂ പ്ലസ് 40/100 ഇൻറ്റു അസൈൻമെൻറ്റിൻ്റെ വാല്യൂ, അതായിരിക്കും അവരുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ടൂൾ. ഈ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു സീരീസും ഒരു അസൈൻമെൻറ്റും മാത്രമാണെങ്കിൽ 30ഉം 20ഉം ടോട്ടൽ 50 ആണ്. അപ്പോൾ 30/50 ഇൻറ്റു ആ വാല്യൂ 20/50 ഇൻറ്റു അസൈൻമെൻറ്റ് വാല്യൂ, അതാവുമ്പോഴും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലിൻവേസ് കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള നോട്ട്സിലൊന്നും പ്രശ്നമില്ല. ഈ ഒരു നോഡിൽ മാത്രമേ ഈ മിസ്റ്റേക്ക് ഉള്ളൂ. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും ഇൻറ്റേർണലും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഡയറക്റ്റ് അറ്റൈൻമെൻറ്റ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു കുട്ടിക്ക് എല്ലാ സിഒക്കും സെയിം വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സിൻസ് യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് പ്രൊവൈഡിങ് ദ ക്വസ്റ്റ്യൻ മാപ്ഡ് വിത്ത് സിഒ, നമുക്ക് ഏതൊക്കെ സിഒസ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് വി ആർ അസ്യൂമിങ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടികളുടെ മാർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള CO1 എത്ര മാർക്ക് കിട്ടി, CO2 എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്കറിയാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡിന് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് എസ് ഗ്രേഡ് കിട്ടിയാൽ വി ആർ അസ്യൂമിങ് ഓൾ COs ആർ അറ്റൈൻ 100%. A+ ആണ് കിട്ടിയതെങ്കിൽ എല്ലാ COസും ഈക്വൽ വെയിറ്റേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ COസും 90% അറ്റൈൻ ചെയ്തു നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ F കിട്ടിയ കുട്ടിക്കും നമ്മൾ 40% അറ്റൈൻ ഓഫ് ഓൾ CO പറയുന്നുണ്ട്. ബിക്കോസ് 39 മാർക്ക് കിട്ടിയ കുട്ടിയും ഫെയിൽഡ് ആണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ കുട്ടി COs ഒന്നും അറ്റൈൻ ചെയ്തില്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ ആബ്സെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ 0 ആയിരിക്കും COs ഒക്കെ വരിക. ഓക്കെ, അത് നമ്മൾ ആബ്സെൻറ്റീസിൻ്റെ പേര് നിങ്ങൾക്ക് ലിൻവേസിന്ന് പ്രിൻ്റ് എടുക്കുമ്പോൾ എക്സൽ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ ആബ്സെൻറ്റീസിൻ്റെ പേര് ആഡ് ചെയ്തിട്ട് 0 എന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഫെയിൽഡ് ആണ്. അപ്പോൾ ഫെയിൽഡ് സ്റ്റുഡൻസും 40% അറ്റൈൻ ചെയ്തു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. നെക്സ്റ്റ് ഡയറക്റ്റ് അറ്റൈൻമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഫ്ലോ ചാർട്ടിൽ സീരീസ് അസൈൻമെൻറ്റ് വെച്ച് നമ്മൾ ഇൻറ്റേർണൽ കാൽക്കുലേറ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കി. യൂണിവേഴ്സിറ്റീൻ്റെ 30യും ഇൻറ്റേർണൽ 70യും കൂടെ ചേർന്നതാണ് നമ്മുടെ ഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ്. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു A എന്നുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റീൻ്റെ 75ഉം ഇൻറ്റേർണലിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജും അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഇൻറ്റേർണലിൽ 70/100 ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് 30/100 ഇൻറ്റു ദിസ് വാല്യൂ ചെയ്താൽ നിങ്ങൾക്ക് CO1ൻ്റെ ഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ് കിട്ടും. CO2 ആണെങ്കിൽ ഇൻറ്റേർണലിൽ 70% ഓഫ് 94 പ്ലസ് 30% ഓഫ് 75. അപ്പോൾ ആ കുട്ടിയുടെ CO2 വാല്യൂ കിട്ടി. ഇതുപോലെ എല്ലാ COസും കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് CO അറ്റൈൻമെൻ്റ് ആണ്. ഇൻഡയറക്റ്റ് CO എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മിഡ് സെം ആൻഡ് എൻഡ് സെം ആണ്. അപ്പോൾ ഈ മിഡ് സെം എൻഡ് സെം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും CO 1 to 3 മാത്രമാണ് ഫസ്റ്റ് മിഡ് സെമ്മിൽ വരുന്നത് ആൻഡ് 1 to 5ഉം എൻഡ് സെമ്മിലാണ്. അപ്പോൾ ഈ കുട്ടി മിഡ് സെം അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിന് 0 മാർക്ക് അസൈൻ ചെയ്തതാണ്. അപ്പോൾ മിഡ് സെം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ നമ്മൾ മിഡ് സെമ്മിൻ്റെയും എൻഡ് സെമ്മിൻ്റെയും പെർസെൻറ്റേജ് 50-50 വരുന്നത്, ഓർ ആവറേജ് ആയിരിക്കും ഇൻഡയറക്റ്റ് അറ്റൈൻമെൻറ്റിൽ വരിക. അപ്പോൾ 0.5 50/100 ഇൻറ്റു 0 പ്ലസ് 50/100 ഇൻറ്റു 80 വിച്ച് ഇസ് 40 ആണ് CO1ൻ്റെ ഇൻഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റ്. CO2 അതെ, CO3 അതെ. പക്ഷേ CO4 and 5 നമുക്ക് എൻഡ് സെമസ്റ്റർ സർവേയിൽ മാത്രമേ നമ്മൾ അസസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എൻഡ് സെമസ്റ്റർ സർവേയിൽ ആ കുട്ടിക്ക് എന്താണോ കിട്ടിയത് അതേ വാല്യൂ തന്നെ ആയിരിക്കും ഇൻഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റിലും ആ കുട്ടിയുടെ വാല്യൂ. ഈ സെയിം തിങ്ങിന് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഞാൻ CO4 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CO എനിക്ക് ഇവിടെ ഇല്ലയെന്ന് വെക്കുക. ഈ ഒരു അസൈൻമെൻറ്റ് വെച്ച് മാത്രമാണ് ഞാൻ CO അസസ് ചെയ്തതെങ്കിൽ ഈ അസൈൻമെൻറ്റിന് എത്ര മാർക്കാണോ കിട്ടിയത് അതിൻ്റെ ആവറേജ് എടുത്ത് അതിൻ്റെ 40% ആയിരിക്കും ഇൻറ്റേർണൽ CO അറ്റൈൻമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു CO നിങ്ങൾ ഒന്നെങ്കിൽ ഇൻറ്റേർണൽ എക്സാം മാത്രം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ എക്സാം മാത്രമാണെങ്കിൽ ഇൻറ്റേർണൽ എക്സാമിൻ്റെ മാർക്ക് എത്രയാണോ വരുന്നത് അതായിരിക്കും ഇൻറ്റേർണൽ CO അറ്റൈൻമെൻ്റ് ആയിട്ട് വരിക. അസൈൻമെൻറ്റിൻ്റെ മാത്രമാണെങ്കിൽ അസൈൻമെൻറ്റ് എത്രയാണോ നിങ്ങൾ കിട്ടിയത്, സാധാരണ നമ്മൾ 40% കാണാറുണ്ട്, സോറി ഈ 40% വരില്ല, ഈ 40% കാണാറുണ്ട്, 40% വരില്ല. എത്രയാണോ നിങ്ങൾക്ക് ടോട്ടൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആവറേജ് ആയിരിക്കും ഇൻറ്റേർണൽ CO അറ്റൈൻമെൻ്റ് ആയിട്ട് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു CO എങ്കിൽ ഞാൻ CO4 അസൈൻമെൻറ്റ് 1 and 2 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ആ കുട്ടിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ഇൻറ്റേർണൽ CO അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞത് 100% ആയിരിക്കും. ഓക്കെ, ഇതേ സെയിം റൂൾ അപ്ലൈ ടു എൻഡ് സെമസ്റ്റർ സർവേ. എൻഡ് സെമസ്റ്റർ സർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡ് സെമസ്റ്റർ സർവേയിൽ വെറും CO4ഉം CO5ഉം അവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് 80% ആണ് ഈ കുട്ടിക്ക് എൻഡ് സെമസ്റ്റർ സർവേക്ക് CO4നും 5നും കിട്ടിയത്. അതേ വാല്യൂ തന്നെയാണ് ഇൻഡയറക്റ്റ് CO അറ്റൈൻമെൻറ്റിന് വരുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റും ഡയറക്റ്റും കിട്ടി.
ഇനി നമ്മുടെ നോഡ് പ്രകാരം 90% ഓഫ് ദ ഡയറക്റ്റും 10% ഓഫ് ദ ഇൻഡയറക്റ്റും ആണ് നമ്മൾ CO അറ്റൈൻമെൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 90% ഇൻറ്റു ഓർ 90/100 ഇൻറ്റു 84 പ്ലസ് 10/100 ഇൻറ്റു 40 ആണ് CO അറ്റൈൻമെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് 1 സ്റ്റുഡൻറ്റ്. ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെങ്കിൽ 60 കുട്ടികളുടെയും CO അറ്റൈൻമെൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലിൻവേസ് നേരിട്ട് എക്സൽ ഷീറ്റ് കിട്ടും. അപ്പോൾ ഈ എക്സൽ ഷീറ്റിൽ കിട്ടുന്ന ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ വാല്യൂസാണ് നിങ്ങൾക്ക് CO അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സൽ ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഈ സാമ്പിൾ കാൽക്കുലേഷൻ വെച്ച് അപ്പോൾ നമുക്ക് CO അറ്റൈൻമെൻറ്റ് ഈ കുട്ടിക്ക് 79% കിട്ടിയത് CO1-ന്, CO2-ന് 83, CO3-ക്ക് 80.77, CO4 75.05 ആൻഡ് CO5 76.13. ഇനി നമ്മൾ എങ്ങനെയാണ് അറ്റൈൻമെൻറ്റ് വാല്യൂ 1 to 3 എത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസും CO മോർ ദാൻ ഓർ ഈക്വൽ ടു 60% വാങ്ങിയാൽ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മുടെ CO1 ഫോർ എക്സാമ്പിൾ CO1 എല്ലാ കുട്ടികൾക്കും 60 ആൻഡ് എബോവ് പെർസെൻറ്റേജ് വന്നു. അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ പെർസെൻറ്റേജ് ഫൈനൽ കിട്ടുന്ന ഈ പെർസെൻറ്റേജ് എബോവ് 60 ആണെങ്കിൽ ആ കുട്ടിയുടെ അറ്റൈൻമെൻറ്റ്, ആ ഒരു ക്ലാസ്സിൻ്റെ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ 60 ആണ്. ഇപ്പോൾ 60% ഓഫ് ദി സ്റ്റുഡൻസേ അത്ര മോർ ദാൻ 60% CO വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ 2 ആയിരിക്കും. 40% സ്റ്റുഡൻസേ അത് വാങ്ങിയിട്ടുള്ളെങ്കിൽ 1 ആയിരിക്കും. 0% സ്റ്റുഡൻസ്, അതായത് ഒരാൾക്ക് പോലും 60 ആൻഡ് എബോവ് CO പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല എങ്കിൽ 0 ആണ് CO അറ്റൈൻമെൻറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ CO അറ്റൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര കുട്ടികൾക്ക് CO പെർസെൻറ്റേജ് മോർ ദാൻ 60 കിട്ടി എന്നുള്ള കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സബ്ജക്റ്റിൽ CO1-ന് ഓൺലി 36 സ്റ്റുഡൻസിന് മാത്രമേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60% CO വന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ 63 സ്റ്റുഡൻസ് ആണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് 57.14 ആണ്. അപ്പോൾ 57.14% വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 100-ൻ്റെ ഇടയിലാണ്. ഇൻ്റർപൊളേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസിൻ്റെ അറ്റൈൻമെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 57.14 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 14-ൻ്റെയും 60-ൻ്റെ ഇടയിലാണ്. സോ ഇറ്റ് വിൽ ബി കമ്മിങ് ബിറ്റ്വീൻ 1 and 2. ഇപ്പോൾ 1.86. ഇത് ഇൻ്റർപൊളേഷൻ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 57.14 100 ആണെങ്കിൽ 3, 60 ആണെങ്കിൽ 2, 40 ആണെങ്കിൽ 1. ഇപ്പോൾ 57.14 എന്നുള്ളത് 60-ൻ്റെയും 40-ൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ലീനിയർ ഇൻ്റർപൊളേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. y = y1 plus x minus x1 into y2 minus y1 by x2 minus x1, where x1 എന്നുള്ളത് 40, x2 60, x എന്നുള്ളത് 57.14, y2 എന്നുള്ളത് 2, y1 1 ആൻഡ് y എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y is equal to 1 plus 57.14 minus 40 into 2 minus 1 by 60 minus 40. അപ്പോൾ it is coming around 1.857, approximately 1.86. അപ്പോൾ ഈ അറ്റൈൻമെൻറ്റ് വാല്യൂ 1.86 കിട്ടി. അപ്പോൾ ഇത് ലീനിയർ ഇൻ്റർപൊളേഷൻ ആണ്. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ CO3 നോക്കാം. 73.02 കിട്ടിയിട്ടുണ്ട്. അതായത് 46 കുട്ടികൾക്ക് മോർ ദാൻ 46 സ്റ്റുഡൻസിന് ഗ്രേറ്റർ ദാൻ 60% CO വന്നിട്ടുണ്ട്. അപ്പോൾ 73% സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. 73 എന്ന് പറയുമ്പോൾ 60-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ലീനിയർ ഇൻ്റർപൊളേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ മടിയാണെങ്കിൽ ഗൂഗിളിൽ എടുക്കുക, ഇൻ്റർപൊളേഷൻ ഓൺലൈൻ അടിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ജോൺ ഡി കുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ വരുന്നത് അതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് തുറന്നു വരും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കൊടുക്കുക. 73 എന്ന് പറയുമ്പോൾ 100-ൻ്റെയും 60-ൻ്റെ ഇടയിലാണ്. സോ 100 ആണെങ്കിൽ 3, 60 ആണെങ്കിൽ 2, 73.02 എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ അവർ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറ്റൈൻമെൻറ്റ് വാല്യൂ കാണുന്നത്. ഇങ്ങനെ ഓരോ COസിൻ്റെയും അറ്റൈൻമെൻറ്റ് വാല്യൂ ഈ ലീനിയർ ഇൻ്റർപൊളേഷൻ വഴി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അറ്റൈൻമെൻറ്റ് വാല്യൂ ഒക്കെ റെഡിയായി. ഇപ്പോൾ നമുക്ക് CO അറ്റൈൻമെൻറ്റ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? PO അറ്റൈൻമെൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ PO അറ്റൈൻമെൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് CO-PO മാപ്പിംഗ് നമ്മൾ എടുക്കുകയാണ്. CO അറ്റൈൻമെൻറ്റ് വാല്യൂ CO-PO മാപ്പിങ്ങും നമുക്ക് വേണം. CO അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു ഇപ്പോൾ PO അറ്റൈൻമെൻറ്റ് PO1-ൻ്റെ അറ്റൈൻമെൻറ്റ് പറയാം.
അപ്പോൾ PO1 ബാക്കി എല്ലാ CO ആയിട്ടുള്ള മാപ്പിംഗ് വാല്യൂ വേണം. ടോട്ടൽ മാപ്പിംഗ് വാല്യൂ, അതായത് 3 + 3 + 2 + 2 + 3 13 ടോട്ടൽ മാപ്പിംഗ് വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി PO1 മാപ്പിംഗ് വാല്യൂ അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO1 അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു 3 + CO2 അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു CO2 PO1 മാപ്ഡ് വാല്യൂ 3 + 2.33 CO3 അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു 2 + 2.33 ഇൻറ്റു 2 + 1.9 ഇൻറ്റു 3 whole divided by total mapped value 13. It will give you PO attainment value of PO1. ഇതുപോലെ PO2 ആണെങ്കിൽ 2 മാപ്ഡ് വാല്യൂ ഇല്ല, 3, 4, 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ CO3 അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു 3 + CO4 അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു മാപ്ഡ് വാല്യൂ + CO5 അറ്റൈൻമെൻറ്റ് വാല്യൂ ഇൻറ്റു അതിൻ്റെ മാപ്ഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാപ്ഡ് വാല്യൂ വിച്ച് ഇസ് 2.17 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ PSO അറ്റൈൻമെൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ PSO ആണെങ്കിൽ COPSO മാപ്പിംഗ് എടുക്കുക. COPSO മാപ്പിംഗ് എടുത്തിട്ട് ഇതേ കാൽക്കുലേഷൻ തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് PSO അറ്റൈൻമെൻറ്റ് കിട്ടും. So that is all about COPO and PSO calculation. Thank you.